നമ്മൾ പാലക്കാടേക്ക് പോവുകയാണ്. വിനേഷ് കുമാർ ചേരും അവിടെ നിന്ന്. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തുപോയി. പുലിയെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കിയതിന് പിന്നാലെയാണ് ഈ മരണം സംഭവിച്ചത്. പുലിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. ആന്തരികാവയവങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കും. വിനേഷ്, ഈ മരണകാരണമായി കരുതേണ്ടത് എന്താണ്? ഒരു പ്രാഥമിക നിഗമനം ഏത് തരത്തിലേക്കാണ് പോകുന്നത്? എൽദോ, കൊല്ലങ്കോട് വാഴപ്പുഴയിലെ ഉണ്ണികൃഷ്ണന്റെ പറമ്പിലാണ് ഇന്ന് രാവിലെ 4 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺപുലിയെ വേലിയിൽ കമ്പിവേലിയിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ വയറിനും അതുപോലെ തന്നെ ഇടുപ്പിന്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഈ കമ്പി തുളച്ച് കയറിയിട്ടുണ്ട് എന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇതിനെ മയക്കുവെടി വെച്ച ശേഷം കൂട്ടിൽ കയറ്റിയത്, അത് കമ്പിക്കൂട്ടിൽ കയറ്റിയത്. അതിനുശേഷം ഇതിനെ ഒരു 5 മണിക്കൂർ സമയം നിരീക്ഷണത്തിൽ വെക്കേണ്ടതുണ്ട് എന്ന് സർജൻ, അതായത് ഈ വെറ്ററിനറി സർജൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിരീക്ഷണത്തിൽ തുടരവെയാണ് അല്പസമയം മുമ്പ് പുലി ചത്തത്. കാര്യമായി ഇതിനെ പരിക്കുകളൊന്നുമില്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനമായിരുന്നു വനം വകുപ്പിന്റേത്. അവര് പുറത്ത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞ കാര്യം അത് തന്നെയായിരുന്നു. കാര്യമായ പരിക്കുകളില്ല. അതുകൊണ്ട് തന്നെ മണ്ണുത്തിയിലോ മറ്റോ കൊണ്ടുപോയി പരിശോധിച്ച ശേഷം പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ കൊണ്ടുവിടാനായിരുന്നു പദ്ധതി. ഇതിനിടയിലാണ് പുലി ചത്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകും എന്നാണിപ്പോൾ വനം വകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും നമുക്കറിയാം ഈ പ്രദേശം, അതായത് ഈ കൊല്ലങ്കോട് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കടുവയുടെയും പുലിയുടെയും അതുപോലെ തന്നെ കരടികളുടെ എല്ലാം സാന്നിധ്യമുള്ള സ്ഥലം കൂടിയാണ്. കാരണം ഇപ്പോൾ ഈ പുലിയെ കണ്ടെത്തിയിരിക്കുന്ന പറമ്പിൽ നിന്ന് വനത്തിലേക്ക് 300 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്ന് സാധാരണ നില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ പുലിയെ ആളുകൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പുലി കമ്പിവേലിയിൽ കുടുങ്ങിയത് റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ. പക്ഷെ ആ പുലി ജീവനോടെ നമുക്ക് കാട്ടിലേക്ക് മടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. അത് ചത്തു എന്നുള്ളതാണ് വിവരം.